നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജന്റീനയിൽ ഒരു തരത്തിലുള്ള വിവേചനവുമില്ല, ഒരു തരത്തിലുള്ള റേസിസവും തനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ആളുകൾ ഇങ്ങനെ വെറുതെ പറയുകയാണ് എന്നാണ് ഇപ്പോൾ കിക്കി റാമോസ് പറഞ്ഞിരിക്കുന്നത്. അർജന്റീനയുടെ അണ്ടർ-17 ടീമിനായിട്ട് അരങ്ങേറിയ കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള താരം കിക്കി റാമോസ്. അർജന്റീന ടീമിൽ സാധാരണ അങ്ങനെ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള താരങ്ങൾ ഉണ്ടാവാറില്ല. വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാൾ ടീമിലെത്തുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിലേക്ക് ശ്രദ്ധ തിരിയും. ഇക്കഡോറിനെതിരെ ഇന്നലെ അദ്ദേഹം ഗോളടിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അവൻ ഇപ്പോൾ ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. TYC സ്പോർട്സ് അവൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അർജന്റീനയിൽ എത്തിയതിന് ശേഷം ഒരിക്കൽ പോലും എനിക്ക് വിവേചനം അനുഭവപ്പെട്ടിട്ടില്ല. ചിലപ്പം താരങ്ങളുമായിട്ട് ഫൈറ്റൊക്കെ ഉണ്ടാവും മത്സരത്തിനിടയ്ക്ക്, അത് കളിക്കളത്തിൽ സാധാരണയായിട്ട് ഉണ്ടാവുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒരു തരത്തിലും ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ആളുകൾ അർജന്റീന റേസിസ്റ്റ് ആണെന്ന് വെറുതെ പറയുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളിപ്പം വലിയ രൂപത്തിൽ അർജന്റീന ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലൂടെയാണല്ലോ കടന്നു പോകുന്നത്, എല്ലാവർക്കും അറിയാം. പക്ഷേ അർജന്റീന എന്ന് പറഞ്ഞാൽ ഒരു മനോഹരമായിട്ടുള്ള രാജ്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഈ പറയുന്ന രൂപത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഞാനിവിടെ എത്തിയത് മുതൽ ഒരിക്കൽ പോലും എനിക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ് ഞാനെന്ന് തോന്നിയിട്ടില്ല. എല്ലാവരും എന്നെ അവരുടെ കൂട്ടത്തിൽ പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. സോ വെറുതെ അങ്ങനെ പറയുകയാണ്. അർജന്റീന ഈസ് എ ബ്യൂട്ടിഫുൾ കൺട്രി എന്നാണിപ്പോൾ കിക്കി റാമോസ് പറയുന്നത്. അതോടൊപ്പം തന്നെ അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കാൻ കഴിഞ്ഞത് ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് എന്ന് പറയുന്ന കിക്കി റാമോസ് അവനെ ടീമിലേക്ക് എടുത്ത സമയത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ സമയത്ത് അവൻ ക്ലാസ്സിലായിരുന്നു, ഒരു ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു അനുഭവം പങ്കുവെക്കുന്നത് അത് നോക്കാം. അവൻ പറയുന്നു, ഞാൻ ആ സമയത്ത് ഒരു ഓൺലൈൻ മാത്സ് ക്ലാസ്സിലായിരുന്നു. ആ സമയത്താണ് എനിക്ക് എൻ്റെ ഫിസിക്കൽ ട്രെയിനർ, വെലസിലെ ഫിസിക്കൽ ട്രെയിനറുടെ മെസ്സേജ് വരുന്നത്. അതിൽ കൺഗ്രാജുലേഷൻ ഉണ്ടായിരുന്നു. ഞാനത് ഓപ്പൺ ചെയ്തില്ല. പക്ഷേ തുടർന്ന് നിരന്തരം മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഞാൻ ക്ലാസ് നിർത്തിയത് നോക്കിയപ്പോൾ AFA എന്ന് കണ്ടു. ആദ്യം ഞാനത് വിശ്വസിച്ചില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്നെ ടീമിലേക്ക് എടുത്തിട്ടുണ്ടെന്നുള്ളത്. ഞാൻ ക്ലാസ് നിർത്തി എൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് ഓടി അവരോട് ഈ ഒരു സന്തോഷം പങ്കുവെക്കുകയാണ് ചെയ്തതെന്നാണ് അവൻ പറയുന്നത്. പറയാം, 2010 ഹെയ്ത്തിയിലുണ്ടായ ഒരു ഭൂകമ്പത്തെ തുടർന്നാണ് അവിടെ നിന്ന് അവനെ അർജന്റീനയിലേക്ക് കൊണ്ടുവരുന്നത്. അവനെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള പാരൻസിൻ്റെ കൂടെയാണ് പിന്നീട് അവൻ വളർന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തെക്കുറിച്ച് അവൻ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനു മുമ്പ് പേപ്പർ വർക്കുകളും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് ചെയ്തു. എർത്ത് സംഭവിക്കുമ്പോൾ ഞാൻ ഓർഫനേജിലായിരുന്നു. പക്ഷെ ലക്കിലി അതിൽ സർവൈവ് ചെയ്തിട്ടുള്ള കുഞ്ഞുങ്ങളിൽ ഒരാളായി ഞാൻ മാറി. തീർച്ചയായിട്ടും ഇപ്പോൾ ആ സ്റ്റോറി എന്താണെന്നുള്ളത് കുറച്ചുകൂടി വലുതാവുമ്പോൾ എനിക്കൊന്നുകൂടി മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ എൻ്റെ പേരൻസിനോട് ഞാൻ വളരെയധികം നന്ദിയുള്ളവനാണ്, എനിക്ക് ഇങ്ങനെ ഒരു അവസരവും ഓപ്പർച്യൂണിറ്റിയും ഒക്കെ തന്നതിന്. ഞാൻ തിരികെ ഹെയ്ത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ ഞാനിവിടെ അർജന്റീനയിൽ ഹാപ്പിയാണ്. ഒരു പക്ഷേ വലുതാകുമ്പോൾ തിരികെ പോകുന്നതിനെക്കുറിച്ചൊക്കെ ഒരു പക്ഷേ ചിന്തിച്ചേക്കാം. ഇപ്പോൾ പക്ഷേ അത്തരത്തിലുള്ള ചിന്തകളൊന്നുമില്ല എന്നതുകൂടി കിക്കി റാമോസ് പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.